ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മീൻപീരയാണ്. വേളൂരി മീനാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരുന്നത്. ഈ മീൻ വറുത്തിട്ടാണ് ഞാൻ മീൻപീര വെച്ചിരിക്കുന്നത്. നല്ല രുചിയുള്ളൊരു മീൻപീരയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പീര ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മീൻപീര വെക്കുന്നതിന് ഞാൻ വേളൂരി 300 ഗ്രാം എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ മീൻപീര വെക്കുന്നത്. ആദ്യം മീനൊന്ന് വറക്കാനുള്ളതുപോലെ ലൈറ്റായിട്ട് ഒക്കെ ചേർത്ത് അരച്ച് പുരട്ടിയിട്ട് വറുത്തിട്ടാണ് ഞാൻ മീൻപീര ഉണ്ടാക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി എരിവൊന്നും വേണ്ട, നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമുക്ക് അരപ്പെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഈ മുളകെല്ലാം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ഞാൻ ലൈറ്റായിട്ടാണ് പുരട്ടിയൊക്കെ വെക്കുന്നത്. സാധാരണ വറക്കുന്ന പോലെയല്ല, നമുക്കിതൊന്ന് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം, അത്രയുമേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് ഇതെല്ലാം പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ മീനൊന്ന് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ വറുത്തെടുക്കാം. ചെറിയ തീയിൽ കിടന്ന് നമുക്ക് ഈ മീനൊന്ന് വറുത്തെടുക്കാം. മീൻ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മീൻ പീരയുടെ അരപ്പൊന്ന് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ എടുത്തു, കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തു, 2 കഷ്ണം ചെറിയ ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, 1 പിടി ചുമന്നുള്ളി. ഇത് നമുക്കൊന്ന് ചതച്ച് വെക്കാം. മീനിൻ്റെ അരപ്പ് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിട്ട മീൻ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ബാക്കിയും കൂടെ വറക്കാനിട്ടു. ആദ്യത്തെ നമ്മൾ കോരിയെടുത്തു. നമ്മൾ ക്രിസ്പി ആയിട്ട് മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. എന്നിട്ടൊന്ന് ചെറിയ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കണം. മീൻ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് മീൻപീര വെക്കാം. നമുക്ക് മീൻപീര വെക്കുന്നതിനായിട്ടൊരു ചെറിയ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. ഒരു 3/4 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് എല്ലായിടത്തുമായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഈ ചട്ടിയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 കഷ്ണം പുളി ചെറുതായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം മീൻ വറുത്തതിനകത്ത് ഉപ്പുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ മീൻപീരയ്ക്ക്. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചതാണ്. അപ്പം ഇത് നമുക്ക് ഒന്ന് യൂട്യൂബിലിടാം നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് വറുത്ത മീനും കൂടെ ഇട്ട് കൊടുത്തു. നല്ല പോലെ ഒന്ന് ഇളക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം മീൻ വെന്തതാണ്. ആ തേങ്ങാപ്പീരയിലൊന്ന് നല്ലപോലെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പുളിയുടെ വെള്ളമെല്ലാം കൂടി ഒന്ന് വറ്റി വരുന്നിടം വരെ മാത്രം വെച്ചാൽ മതി. നമുക്കടച്ച് അരപ്പൊന്ന് വെന്തെടുക്കാം.
നമുക്ക് ഈ പീര ഒന്ന് നോക്കാം. ഇതിലെ വെള്ളവും എല്ലാം തോർന്നിരിക്കുകയാണ്. മീൻപീര റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ മീൻപീര വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.